ഇപ്പോ ഹൗസിൽ ലൈവിൽ കാണിക്കുന്നത് പൊരിഞ്ഞ അടിയാണ്. അനീഷിന് എതിരെ എല്ലാവരും തന്നെ തിരിഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ അടി തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഈ കിച്ചണിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ അടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജിസേൽ മൈക്രോവേവൻ ഓപ്പൺ ചെയ്തിട്ട് അത് അടക്കാതെ പോയിട്ടുണ്ട്. ആ സമയത്ത് അനീഷ് വന്ന് ചോദിക്കുന്നുണ്ട്, ഇനി ഇത് അടക്കാൻ വേറെ ആളെ ഏൽപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നു. ആ സമയത്ത് മറ്റു മത്സരാർത്ഥികളെല്ലാം തന്നെ ഒരുമിച്ച് നിന്ന് അനീഷിനോട് തർക്കിക്കുന്നതാണ് ഇപ്പോൾ ലൈവിൽ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഹൗസിലുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും മനസ്സിലായി കണ്ടന്റ് കിടക്കുന്നത് നമ്മുടെ അനീഷിന്റെ ഭാഗത്താണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് അനീഷിനോട് തർക്കിക്കുന്നുണ്ട്. ഇപ്പോ മിഡ് വീക്ക് എവിക്ഷനിലുള്ളവരും അതുപോലെ നോമിനേഷനിൽ വന്ന അപ്പാനിയും എല്ലാവരും തന്നെ നമ്മുടെ അനീഷിനോടായിട്ട് തർക്കിക്കാൻ വരുന്നുണ്ട്. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും വലിയ കണ്ടന്റ് മേക്കറായി മാറിയിരിക്കുന്നത് നമ്മുടെ അനീഷ് തന്നെയാണ്. അത് ലാലേട്ടന്റെ എപ്പിസോഡിൽ നിന്നാണ് എല്ലാവർക്കും തന്നെ മനസ്സിലായിരിക്കുന്നത്. അനീഷ് ഇല്ലെങ്കിൽ അവിടെ ഒരു ഓളം ഇല്ല എന്നുള്ളതാണ്. അനീഷാണ് അപ്പോൾ മെയിൻ കണ്ടന്റ് ആയിട്ട് കിടക്കുന്നത്. എന്തായാലും അനീഷിനോട് തർക്കിക്കാൻ നിന്നിട്ട് ഒരു കാര്യവുമില്ല. അനീഷ് യാതൊരു കാരണവശാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ നോറ ആദില ആ ഒരു ഇഷ്യൂല് മാത്രമേ അനീഷ് ഒന്ന് പതറിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരുടെ മുമ്പിലും അനീഷിനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പൊരിഞ്ഞ അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.